തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. കുറ്റ്യാടി ചുരം മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പട്ടിയാട്ട് പുഴയിൽ ശക്തമായ ഒഴുക്ക്. തൊട്ടിൽപ്പാലം പുഴയോരങ്ങളിലും അതേപോലെ കടന്തറ പുഴയോരങ്ങളിലും ഒക്കെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ട്. ബെൻസൻ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൻ, ഈ തൊട്ടിൽപ്പാലം പുഴയോരങ്ങളിൽ അതേപോലെ തന്നെ കടന്തറ പുഴയോരം ഇവിടങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ നദികളിലും പുഴകളിലൊക്കെ ക്രമാതീതമായി ജലം ഉയരുന്നൊരു സാഹചര്യമാണല്ലോ. അതേ സേതുലക്ഷ്മി, നേരത്തെ നമ്മൾ സംസാരിച്ചതിനേക്കാളും കൂടുതലായി ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മഴ ഈ മലയോര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ പ്രാദേശിക ലേഖകന്മാരും അവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയോര മേഖലകളിലുള്ള എല്ലാ പുഴകളിലും തന്നെ മലവെള്ളപ്പാച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അപ്പോൾ ഈ വനപ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുഴയിൽ അതിശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് കുറ്റ്യാടിപ്പുഴയിലും അതോടൊപ്പം തന്നെ വിലങ്ങാട് മേഖലയിലെ പുഴയിലുമാണ്. ഈ രണ്ട് പ്രദേശങ്ങളിലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയോട് ചേർന്ന് തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ടാകും. അത്തരം നടപടികളിലേക്ക് ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. അവിടെ പാലത്തിന് കുറുകെ വെള്ളം കയറി ഒഴുകുന്ന സാഹചര്യം വിലങ്ങാട് മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ കുറ്റ്യാടി പുഴയുടെ തീരങ്ങളിലും അതിശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരി ചുരം മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ ഉള്ളതിനാൽ തന്നെ ഈങ്ങാപ്പുഴ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ ദേശീയപാത 766 അവിടെ പൂർണ്ണമായും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. അവിടെ കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട സാഹചര്യമാണുള്ളത്. അതുമാത്രമല്ല, കോഴിക്കോടിന്റെ മലയോര പ്രദേശമായിട്ടുള്ള ഈ കൂടരഞ്ഞി, തിരുവമ്പാടി, താമരശ്ശേരി അടക്കമുള്ള പ്രദേശങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. ഈ ആളുകൾക്ക് അപകടം സംഭവിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ റിപ്പോർട്ട് നിലവിൽ വന്നിട്ടില്ല. പക്ഷേ വീടിന്റെ ചുറ്റുമതിലിടിയുന്നതും കിണറിടിഞ്ഞു താഴുന്ന അടക്കമുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. താമരശ്ശേരിയിലും കാരശ്ശേരിയിലും കിണർ ഇടിഞ്ഞു താഴുന്നതും അതോടൊപ്പം തന്നെ ചുറ്റുമതിലിടിയുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കണക്കിലെടുത്ത് കാരശ്ശേരിയിൽ 2 വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ആയിരുന്നു കോടഞ്ചേരി പുലിക്കയത്ത് മലബാർ റിവർ ഫെസ്റ്റിനോടനുബന്ധിച്ച് കയാക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ പുഴയിൽ അതിശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിൽ ഉള്ളതിനാൽ തന്നെ ഇന്ന് നടക്കേണ്ട എല്ലാ മത്സരങ്ങളും മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ കനത്ത ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോട് ജില്ലയിലാകെ ഉണ്ട്. നഗരപ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. എല്ലാ പുഴകളിലും ചെറിയ തോടുകളിലും ഉൾപ്പെടെ അതിശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലും നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. 10 മണി വരെയാണ്.